ജയസൂര്യൻ സാർ നമസ്കാരം. നമസ്കാരം. നമ്മുടെ സന്ദീപ് വാര്യർ, സ്നേഹത്തിൻ്റെ കടയിലേക്ക് പാഞ്ഞെത്തിയ സന്ദീപ് വാര്യറിൻ്റെ രാഷ്ട്രീയ ഭാവി എന്താകുമെന്നൊരു പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് ഈ മണിക്കൂറുകളിലൊക്കെ നിലനിൽക്കുന്നത്. മുൻകാലങ്ങളിൽ BJP-യിൽ നിന്ന്, RSSൽ നിന്ന്, മറ്റ് പാർട്ടികളിലേക്കൊക്കെ ചേക്കേറിയവരുടെ രാഷ്ട്രീയ ഭാവി എന്തായി തീർന്നിട്ടുണ്ട്? അവർക്കൊക്കെ വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ സർ? തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട സുപ്രധാനമായ വിഷയമാണ് ഇപ്പൊ ഗൗതം ഉന്നയിക്കുന്നത്. അതായത് BJP, അതിന്റെ മുൻപുണ്ടായിരുന്ന ജനസംഘം, ഇത് രണ്ടും ഒരേ രാഷ്ട്രീയ പാർട്ടി തന്നെയാണ്. ജനസംഘം എന്ന് പറയുമ്പോൾ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനതാ പാർട്ടിയിൽ അന്നത്തെ ജനസംഘം ലയിച്ചു ചേർന്നു. പിന്നീട് 1980 അത് BJP എന്ന പേരിൽ പുനർജനിച്ചു. എങ്കിലും നേതാക്കളും അതിന്റെ പ്രവർത്തകരും പ്രത്യയശാസ്ത്രവും എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഇതിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് വളരെ കൗതുകകരവും വിജ്ഞാനപ്രദവുമായിട്ടുള്ള ചില കാര്യങ്ങൾ ഗൗതം ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെടുത്തി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമ്മൾ BJP-യെ കേൾക്കുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ നേതാവ് എന്നുള്ള നിലയിൽ അടൽ ബിഹാരി വാജ്പേയി, ലാൽകൃഷ്ണ അദ്വാനി, മുരളി മനോഹർ ജോഷി എന്നൊക്കെയാണ് ആദ്യം കേട്ടിരുന്നത്. എന്നാൽ അവരൊക്കെ ഈ വലിയ പദവിയിൽ എത്തുന്നതിന് മുൻപ് ഭാരതീയ ജനസംഘം എന്ന പേരിൽ ഈ പാർട്ടി നേരത്തെ ആരംഭിച്ചു. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ആദ്യത്തെ പ്രസിഡന്റായി, അതുപോലെ തന്നെ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ജനറൽ സെക്രട്ടറി ആയി തുടങ്ങുന്ന ആ ഭാരതീയ ജനസംഘം അതിന്റെ ഏറ്റവും നല്ല കാലത്തിൽ എത്തുന്നത് 1967-ലാണ്. അന്ന് ഇന്ത്യൻ പാർലമെന്റിൽ 35 MP-മാരോടുകൂടി കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാർട്ടി എന്നുള്ള നിലയിൽ ഭാരതീയ ജനസംഘം വളർന്നു. 1967 ആ വലിയ നേട്ടത്തിന് കാരണക്കാരനായി തീർന്ന വ്യക്തി ബൽരാജ് മധോക് എന്ന് പറയുന്ന ഒരു വലിയ നേതാവാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച അടൽ ബിഹാരി വാജ്പേയി, ലാൽകൃഷ്ണ അദ്വാനി, മുരളി മനോഹർ ജോഷി, ഇവരെയൊക്കെ ഒന്നിച്ചു കൂട്ടിയാൽ എത്രമാത്രം വലിയ പ്രസംഗവും അതുപോലെ തന്നെ പാണ്ഡിത്യവും പ്രവർത്തന മികവും എല്ലാം ഉണ്ടാകുമോ അത്രയും തന്നെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ബൽരാജ് മധോക്. ഇന്ത്യ ചരിത്രവും കാശ്മീർ ചരിത്രവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം 30 പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ പുസ്തകങ്ങളൊക്കെ ചരിത്ര പുസ്തകങ്ങൾ എന്ന നിലയിൽ വളരെ പ്രസക്തവുമാണ്. ഈ ബൽരാജ് മധോക് 1972-ൽ ലാൽകൃഷ്ണ അദ്വാനി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അന്ന് വലിയ ഞെട്ടലുണ്ടാക്കിയ വിഷയമാണ്. കാരണം ഇവരെയൊക്കെ സൃഷ്ടിച്ച മധോക് എന്ന് പറയുന്ന വ്യക്തിയുടെ കീഴിലാണ് അടൽ ബിഹാരി വാജ്പേയിയും ലാൽകൃഷ്ണ അദ്വാനിയും ഒക്കെ നേതാക്കന്മാരായി ഉയരുന്നത്. അങ്ങനെയുള്ള അവരുടെയൊക്കെ ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ബൽരാജ് മധോക്കിനെ ലാൽകൃഷ്ണ അദ്വാനി പ്രസിഡന്റ് ആക്കുമ്പോൾ പാർട്ടിയിൽ നിന്ന് പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന് പുറത്താക്കുക ചെയ്തത് വലിയ ഞെട്ടലുണ്ടാക്കിയ കാര്യമാണ്. അന്ന് പലരും പറഞ്ഞു, തീർന്നു, ഇതോടെ ജനസംഘം തീർന്നു, ഇനി മുന്നോട്ട് പോകാനില്ല, കാരണം ഇനി നയിക്കാൻ ആരും ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ കാണുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം BJP-യായി 1980-ൽ ജനസംഘം ജീവിക്കുമ്പോൾ ഇതേ അടൽ ബിഹാരി വാജ്പേയിയും ലാൽകൃഷ്ണ അദ്വാനിയും ആ പ്രസ്ഥാനത്തെ എത്ര വലിയ അത്ഭുതകരമായ വേഗത്തിലാണ് വളർത്തിയത്, ഇന്ത്യയുടെ അധികാരത്തിൽ എത്തിച്ചത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഞാൻ ഈ ബൽരാജ് മധോക്കിനെ എടുത്തു പറയാൻ കാരണം BJP-യുടെയും ജനസംഘത്തിന്റെയും ചരിത്രത്തിൽ ഏറ്റവും കരുത്തനായ, പണ്ഡിതരായ, പ്രഗത്ഭനായ, സംഘാടകനായ, എല്ലാം തികഞ്ഞ ഒരു നേതാവായിരുന്നു ബൽരാജ് മധോക്. പക്ഷെ അദ്ദേഹം 2016-ൽ മരിക്കുമ്പോൾ അദ്ദേഹം മരിച്ചു എന്ന് പോലും ആരും അറിഞ്ഞില്ല. അതാണ് വസ്തുത. ഇനി നമുക്കറിയാം ഉത്തർപ്രദേശിലെ കല്യാൺ സിംഗ് ഈ പറഞ്ഞ പോലെ വലിയൊരു അത്ഭുതമായിരുന്നു. കല്യാൺ സിംഗ് BJP വിട്ടുപോയി മറ്റൊരു പാർട്ടി ഉണ്ടാക്കി. അവസാനം കല്യാൺ സിംഗിന് BJP-യിലേക്ക് തന്നെ മടങ്ങി വരേണ്ടി വന്നു. അതുപോലെ മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്ന ഉമാഭാരതി, തീപ്പൊരി, ഫയർ ബ്രാൻഡ് സന്യാസിനി എന്നുള്ള നിലയിൽ ലോകം മുഴുവൻ അറിയപ്പെട്ട ആളാണ്. ഉമാഭാരതിയും പാർട്ടിയോട് പിണങ്ങിപ്പോയി വേറെ പാർട്ടി ഉണ്ടാക്കി അവസാനം BJP-യിലേക്ക് തന്നെ തിരിച്ചു വന്നു. അതേപോലെ യെദ്യൂരപ്പ, കർണാടകത്തിലെ തെക്കേ ഇന്ത്യയിൽ ആദ്യമായിട്ട് BJP അധികാരത്തിൽ എത്തിച്ച യെദ്യൂരപ്പ, അദ്ദേഹവും പാർട്ടിയായിട്ട് പിണങ്ങി പാർട്ടി വിട്ടുപോയി വേറെ പാർട്ടി ഉണ്ടാക്കി. ആകെ ഒരേ ഒരു MLA അദ്ദേഹത്തിന് മാത്രമാണ് ജയിക്കാൻ പറ്റുന്നത്. അടിയെ പോയി അദ്ദേഹത്തിന്റെ പാർട്ടി. അവസാനം അദ്ദേഹം തിരിച്ചു വന്നു. ഈ നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ മുൻപ് അദ്ദേഹത്തെക്കാൾ പ്രഗത്ഭനായിട്ടിരുന്ന
ഒരാളുണ്ട്, ശങ്കർ സിംഗ് വഗേല. ഒരുപക്ഷെ ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടായതിനു ശേഷം BJP ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് ശങ്കർ സിംഗ് വഗേലയാണ്. ആ ശങ്കർ സിംഗ് വഗേല BJPയെ വെല്ലുവിളിച്ചുകൊണ്ട് പാർട്ടി വിട്ടുപോയി. അങ്ങനെ അദ്ദേഹം പല രീതിയിലും പരിശ്രമിച്ച് അവസാനം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി വരെയായി. പക്ഷെ ഇന്ന് ചിത്രത്തിൽ പോലുമില്ല. ശങ്കർ സിംഗ് വഗേല ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല. എന്തിനേറെ നമ്മുടെ ഈ കൊച്ചു കേരളത്തില് ശ്രീ K. രാമൻപിള്ളയുടെ ചരിത്രം നോക്കിയാൽ അറിയാമല്ലോ. K. രാമൻപിള്ള എത്രമാത്രം പാർട്ടി കെട്ടിപ്പടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടു. അവസാനം ജനപക്ഷം എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി BJP വിട്ടുപോയി. ഇപ്പൊ അദ്ദേഹം തിരിച്ച് BJPയിൽ തന്നെയുണ്ട്. ഇത്രമാത്രം കാര്യങ്ങൾ അറിയാൻ കഴിയുന്ന ഒരു സന്ദീപ് വാര്യർക്ക് ഈ പറഞ്ഞവരെ ഒന്ന് സ്മരിച്ചാൽ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ഭാവി എന്ന് സുവ്യക്തമല്ലേ? വളരെ വ്യക്തമാണ്. സന്ദീപ് വാര്യരുടെ ഗതി അധോഗതി എന്നാണോ സാർ പറയുന്നത്? അതിന് സംശയമില്ലല്ലോ. അധോഗതി എന്നും ഒന്നും പറഞ്ഞാൽ പോരാ, അതിനും താഴെ വല്ലോ ഗതി ഉണ്ടോ എന്ന് ഇനി പുതിയ വാക്ക് ഡിക്ഷണറിയിൽ ഉണ്ടാക്കി ചേർത്തേണ്ടി വരും. ഒരുപക്ഷെ സന്ദീപ് ഗതി എന്നാ മറ്റോ ഇനി പുതിയ വാക്കുണ്ടായി കൂടായില്ല. അത്രമാത്രം അബദ്ധ ജടിലമായ തീരുമാനമല്ലേ എടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം സന്ദീപ് വാര്യറിന്റെ ഒരു പിൻബലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പ്രവർത്തകർ തന്നെയാണ്. ഒരുപാട് നിരവധി സംഘപ്രവർത്തകര്, നിരവധി BJP പ്രവർത്തകര് അദ്ദേഹത്തിന് പിന്തുണയായിട്ട് കുറെ കാലങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. അവരെയൊക്കെ വഞ്ചിച്ചുകൊണ്ടാണ് പെട്ടെന്നൊരു കോൺഗ്രസ് ചുവടുമാറ്റം സന്ദീപ് വാര്യർ നടത്തിയത്. അപ്പം തീർച്ചയായിട്ടും അവരെയൊക്കെ പിണക്കിക്കൊണ്ട് എങ്ങനെയാണ് സന്ദീപിന് കോൺഗ്രസ്സിൽ പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ആശങ്കയൊക്കെ ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലെ ഒരു ഹിന്ദു മുഖമായിട്ട്, ഒരു ഹിന്ദു ശബ്ദമായിട്ട് തന്നെയല്ലേ നിൽക്കുക? സന്ദീപ് വാര്യർക്ക് അല്പമെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് RSSനെ തള്ളി പറയാതെ ആ രീതിയിൽ ഒരു ഹിന്ദുവായിട്ട് തന്നെ നിൽക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പൊ അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹത്തിന്റെ ചരടുകളൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് രാഖി പൊട്ടിച്ച് നെറ്റിയിലെ കുറിയെല്ലാം മായ്ച്ച് അങ്ങനെയാണ് അദ്ദേഹം ആ കോൺഗ്രസ് വേദിയിലേക്ക് കടന്നു ചെന്നത്. ഇന്നിപ്പോൾ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തെ കാണാൻ വേണ്ടി പോകുമ്പോഴും നാളെ ഇനി പാലായിൽ പോയി ജോസ് കെ മാണിയെ താണു വീണ് തൊഴാൻ വേണ്ടി പോകുമ്പോഴും ഒക്കെ അദ്ദേഹം ഒരു ഹിന്ദു അല്ല എന്ന് പ്രഖ്യാപിക്കുന്ന രീതിയിൽ തന്നെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അല്ലായിരുന്നുവെങ്കിൽ ഒരു ഹിന്ദു മുഖം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അല്പമെങ്കിലും അക്സെപ്റ്റൻസ് കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് എന്താ? ഏത് സീറ്റിൽ നിന്ന് ആണ് ഇദ്ദേഹത്തെ കോൺഗ്രസിന് ജയിപ്പിക്കാൻ പറ്റുന്നത്? ഓരോ സീറ്റിൽ പറയുന്ന സീറ്റ് ഒറ്റപ്പാലമാണ്. ഒറ്റപ്പാലമാണെങ്കിലും ഷൊർണൂർ ആണെങ്കിലും പട്ടാമ്പി ആണെങ്കിലും ഏത് സീറ്റ് തന്നെ, പാലക്കാട് ഏത് സീറ്റ് അല്ലെങ്കിൽ കേരളത്തിലെ ഏത് സീറ്റ് തന്നെയാണെങ്കിലും ഓരോ സീറ്റിലും കോൺഗ്രസിന് കൊടുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ എടുക്കാൻ കഴിയുന്ന സീറ്റിൽ കോൺഗ്രസിന് കുറഞ്ഞത് 4 പേരെങ്കിലും സീറ്റ് മോഹികളായിട്ട് ഉണ്ടാവും. ആ തമ്മിലടിക്കിടയിൽ സന്ദീപ് വാര്യർക്ക് സ്വന്തം കഴിവുകൊണ്ട് ജയിക്കാൻ ഏതെങ്കിലും ഒരു സീറ്റ് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. ഞാൻ ഇന്ന സീറ്റിൽ നിന്നാ ജയിക്കാം, എന്റെ പ്ലസ് പോയിന്റ് ഇതാണ് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. നമുക്കറിയാമല്ലോ കോൺഗ്രസ് എങ്ങനെയാണ് സീറ്റ് വീതം വെക്കുന്നത്? മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ. ഇപ്പൊ മുസ്ലിം ആണെങ്കിൽ ഇത്ര സീറ്റ് കോൺഗ്രസിനകത്ത് സംവരണമുണ്ട്, ക്രിസ്ത്യാനിക്കാണെങ്കിൽ ഇത്ര സീറ്റ് കോൺഗ്രസിനകത്ത് സംവരണമുണ്ട്. അതുപോലെ ഓരോ ജാതി എടുത്ത് നോക്കിയാൽ ഓരോ ജാതിക്കും സംവരണമുണ്ട്. അപ്പോൾ ഇവിടെ കോൺഗ്രസ് ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യമുണ്ട്. സന്ദീപ് വാര്യരുടെ ജാതി വാര്യരാണല്ലോ, അപ്പൊ വാര്യരുടെ വോട്ട് കൊണ്ട് ജയിക്കാൻ പറ്റുന്ന ഏത് സീറ്റാ ഉള്ളത് വാര്യരെ, ആ സീറ്റ് തരാമെന്ന് പറഞ്ഞാൽ സന്ദീപ് വാര്യർ ഏത് സീറ്റായിരിക്കും ചോദിക്കുക? അവിടെ തീരും കോൺഗ്രസിൽ സന്ദീപ് വാര്യരുടെ ഭാവി. ഓക്കെ, ഇപ്പം നിലവിൽ ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ മുൻപന്തിയിൽ നിന്ന ഒരു നേതാവ് P. ഹരിഗോവിന്ദനാണ്, കോൺഗ്രസിലെ ഹരിഗോവിന്ദനാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ബൈറ്റ് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് സന്ദീപിനെ കോൺഗ്രസിലേക്ക് വിളിച്ചത് ഗാന്ധിജിയുടെ സനാതന ഹിന്ദു ആകാൻ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരണം, അങ്ങനെയാണ് അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഗാന്ധിജി കോൺഗ്രസിലെടുത്ത നിലപാട് എന്താണെന്ന് നമ്മൾ നോക്കണം.
ഗാന്ധിജി കോൺഗ്രസിൽ നിന്ന സമയത്ത് അദ്ദേഹം വ്യക്തമായും ഹിന്ദുത്വം ഉയർത്തിപ്പിടിച്ച് മുറുകെ പിടിച്ചുമാണ് നിന്നത്. അതായത് രാമരാജ്യം സ്ഥാപിക്കുക എന്ന് അദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന രാംധുൻ എപ്പോഴും ആലപിച്ചുകൊണ്ടിരുന്നു. അവസാനം വെടിയേറ്റ് വീഴുമ്പോഴും രാമമന്ത്രം ജപിച്ചുകൊണ്ടാണ് അദ്ദേഹം മരണമടയുന്നത്. ആ വ്യക്തി, ആ ഗാന്ധിജിയുടെ പേരിലാണ് ഹിന്ദുത്വം ഇവർ ഉയർത്തിപ്പിടിക്കുന്നതെങ്കിൽ കോൺഗ്രസിലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടി രാഖി പൊട്ടിച്ചെറിയുകയും അമ്പലത്തിൽ നിന്ന് പൂജിച്ചു നൽകിയ ചരട് പൊട്ടിച്ചു കളയുകയും ക്ഷേത്രത്തിലെ പ്രസാദമൊക്കെ നെറ്റിയിൽ നിന്ന് മായ്ച്ചു കളയുകയും RSSുമായിട്ട് എനിക്ക് ബന്ധമില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു വ്യക്തിക്ക് പിന്നെ എന്ത് ഹിന്ദുത്വമാണ് പറയാനുള്ളത്? സാർ, ഈ ഒരു അവസ്ഥയിൽ മാധ്യമങ്ങൾ RSSുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പം സന്ദീപിന് ഈ ഒരു അവസ്ഥയിൽ അങ്ങനെയല്ലാതെ മറ്റേത് രീതിയിലാണ് പ്രതികരിക്കാൻ വേണ്ടി സാധിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. എൻ്റെ ഒരു മനസ്സിലാക്കൽ വെച്ചിട്ട് വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിലുള്ളൊരു RSSനെ പിന്തള്ളിക്കൊണ്ടുള്ളൊരു പരാമർശങ്ങളൊന്നും സന്ദീപ് നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ സാർ കരുതണ്ടേ? അങ്ങനെയല്ല. ഇന്ന് രാവിലെ മീഡിയ വണ്ണില് ഞാൻ കാണുകയുണ്ടായി. അതില് കൃത്യമായൊരു ചോദ്യം രാഹുലിനോട്, സന്ദീപിനോട് ചോദിക്കുന്നുണ്ട്. അതായത്, നിങ്ങൾ RSSനെ ഉപേക്ഷിച്ചാണോ, തള്ളിപ്പറഞ്ഞുകൊണ്ടാണോ ഈ കോൺഗ്രസിലേക്ക് വരുന്നത്? അപ്പോ സന്ദീപ് പറയുന്നത് അതിനെന്താ സംശയം എന്ന് ചോദിച്ചു. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം, അല്ല RSSുമായിട്ടുള്ള ബന്ധം അങ്ങനെ ഉപേക്ഷിക്കാവുന്ന ഒന്നാണോ, ഉപേക്ഷിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അദ്ദേഹം അതിന് കൊടുത്ത മറുപടി, എത്രയോ പേർ അങ്ങനെ ചെയ്തിരിക്കുന്നു, പിന്നെ എനിക്ക് ചെയ്തുകൂടെ? അപ്പോൾ നിങ്ങൾ RSS ഉപേക്ഷിച്ചു അല്ലേ, അതെന്തിനാ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്? ഞാനത് വ്യക്തമാക്കിയല്ലോ. ഇത് ഇന്ന് രാവിലെ ഞാൻ കേട്ടതാണ്. മീഡിയ വണ്ണാണ് ഈ പറഞ്ഞ വീഡിയോ പ്രക്ഷേപണം ചെയ്തിരിക്കുന്നത്. പൊതുവെ എല്ലായിടത്തും തന്നെ ഇപ്പോൾ കിട്ടും. അപ്പോൾ RSSുമായിട്ടുള്ള ബന്ധം പരിപൂർണമായിട്ട് മുറിച്ചു. MP രാജേഷിനെ പോലുള്ളവർ പ്രതികരണമായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോഴും ഒരു RSSകാരൻ തന്നെയാണ്. RSSനെ പരിപൂർണമായിട്ടും അദ്ദേഹത്തിന് തള്ളിക്കളയാൻ വേണ്ടി സാധിച്ചിട്ടില്ല. AK ബാലന്റെ പ്രതികരണം വരുന്നുണ്ട്. RSS ഏജന്റായിട്ട് തന്നെയാണ് കോൺഗ്രസിൽ സന്ദീപ് വാര്യർ പ്രവർത്തിക്കുന്നത്. നേരത്തെയും നരസിംഹറാവുവിനെ പോലുള്ള ആളുകൾ RSS ഏജന്റായിട്ടാണ് കോൺഗ്രസിൽ പ്രവർത്തിച്ചത്. കോൺഗ്രസിന് അങ്ങനെ ഒരുപാട് RSS ഏജന്റുകൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ടെന്നൊക്കെയാണ് ഈ ഇടതുപക്ഷത്തു നിന്നുള്ള മന്ത്രിമാരൊക്കെ പ്രതികരിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറയുന്നതും ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് പറയുന്നത് പോലെയും വെടക്കാക്കി തനിക്കാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുമാണ് ഇടതുപക്ഷം അങ്ങനെ ഇപ്പൊ പ്രചരിപ്പിക്കുന്നത്. കാരണം ഈ CPM ആണല്ലോ സന്ദീപ് വാര്യരെ ചാക്കിടാൻ ഏറ്റവും കൂടുതൽ ചാക്കുമായിട്ട് നടന്നത്. ഇതേ MP രാജേഷും അതുപോലെ തന്നെ ബാലനും, ബാലേട്ടാന്നൊക്കെയാണ് സന്ദീപ് വിളിച്ചോണ്ടിരുന്നത് കുറെ ദിവസം, ബാലേട്ടൻ. അപ്പോ സന്ദീപിന്റെ സ്വന്തം ബാലേട്ടൻ അവസാനം എന്തു പറ്റി എന്നുള്ളത് വ്യക്തമാക്കേണ്ടി വരും. കാരണം ഓഫറുകളുടെ കാര്യത്തിൽ, തൂക്കത്തിന്റെ കാര്യത്തിൽ, എണ്ണത്തിന്റെ കാര്യത്തിൽ വിലപേശി വന്നപ്പോ CPIയും CPMും കൊടുത്ത ഓഫറുകളെക്കാൾ ഉയർന്ന ഓഫർ കൊടുക്കാൻ കോൺഗ്രസിന് സാധിച്ചു. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓഫർ ഉണ്ട് എന്ന് തോന്നിപ്പിക്കാൻ സാധിച്ചു. അവിടെയാണ് അവസാനം സന്ദീപ് കോൺഗ്രസിൽ ചേരുന്നത്. അതായത്, ഞങ്ങൾക്ക് കിട്ടേണ്ട സന്ദീപ് കോൺഗ്രസിൽ പോയതിന്റെ വിഷമം തീർക്കാൻ വേണ്ടിയാണ് CPM ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത്. സാർ, ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചോദിക്കാം. BJP സന്ദീപ് വാര്യരിൽ നിന്ന് എന്ത് പഠിക്കുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. അതായത്, എങ്ങനെയാണ് ഭാവിയിൽ BJP നേതൃത്വം കേരളത്തിൽ നീങ്ങേണ്ടത്? അതിനൊരു വഴികാട്ടിയായി തീരുകയാണോ സന്ദീപ് വാര്യർ? കാരണം അദ്ദേഹം കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ കൃത്യമായിട്ട് വേദനിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, രാവിലെ തുടങ്ങുന്നത് മുതൽ വൈകുന്നേരം വരെ വെറുപ്പ് പ്രചരിപ്പിക്കുകയായിരുന്നു ഞാൻ കുറേ കാലങ്ങളായി ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ മനംനൊന്താണ് ഞാൻ BJP വിടുന്നത്. എൻ്റെ അയൽവാസി ഒരു മുസൽമാനായിരിക്കും, അല്ലെങ്കിൽ മറ്റ് മതസ്ഥനൊക്കെ ആയിരിക്കും. അപ്പം ഇവരുമായിട്ട് ഐക്യപ്പെടാതെ, ഇവരുമായിട്ട് സാഹോദര്യത്തിൽ നിൽക്കാതെ പ്രവർത്തിക്കാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ടൊക്കെയാണ് BJP വിടുന്നതെന്നാണ് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ BJPക്ക് വരും വർഷങ്ങളിൽ ഒരു സ്ട്രാറ്റജി, എങ്ങനെയാണ് നീങ്ങേണ്ടത് എന്നുള്ളൊരു സ്ട്രാറ്റജി സെറ്റ് ചെയ്യാണോ സന്ദീപ് വാര്യർ ചെയ്യുന്നത്? സന്ദീപ് വാര്യരുടെ എടുത്ത നിലപാടിൽ രണ്ട് കാര്യങ്ങളാണ് വ്യക്തമാകുന്നത്. ഒന്ന്, സന്ദീപ് വാര്യരെ പോലെ ഒരാളെ വളരെ ചെറുപ്പത്തിൽ വളരെ ഉയരത്തിൽ പ്രതിഷ്ഠിച്ചത് ശരിയാണോ? അതായത് യുവമോർച്ചയിലേക്ക് വന്നു, യുവമോർച്ചയിലെ താഴെ തട്ടിൽ പ്രവർത്തിച്ചു, അത് കഴിഞ്ഞ് ജില്ലാ തലത്തിലേക്ക് വന്നു,
അവിടെ നിന്ന് നേരിട്ട് സംസ്ഥാന സെക്രട്ടറി ആക്കി, അവിടെ നിന്ന് നേരിട്ട് സംസ്ഥാന വക്താവാക്കി. പാർട്ടിയുടെ, യുവമോർച്ചയുടെ അല്ല, പാർട്ടിയുടെ. വളരെ ചെറുപ്പത്തിൽ തന്നെ സംസ്ഥാന വക്താവ് എന്ന് പറയുന്നത്, ഞാൻ സംസ്ഥാന വക്താവായിരുന്നയാളാണ്. സംസ്ഥാന വക്താവ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈക്വൽ ടു പ്രസിഡന്റ് എന്നാണ്. സംസ്ഥാന പ്രസിഡന്റിന് സംസാരിക്കാൻ സമയമില്ലാതെ വരുമ്പോൾ സംസ്ഥാന പ്രസിഡന്റിന്റെ അനുമതിയോടുകൂടി പാർട്ടിയുടെ നയം തെറ്റാതെ മാധ്യമങ്ങളോട് സംസാരിക്കാൻ അധികാരമുള്ള ആളാണ് വക്താവ്. എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു പ്രസിഡന്റ്. അതിനേക്കാൾ വലിയൊരു പദവി പിന്നെ കൊടുക്കാൻ പ്രസിഡന്റ് സ്ഥാനം മാത്രമേ ഉള്ളൂ. അതായത് സംസ്ഥാന പ്രസിഡന്റിന് തുല്യമായിട്ടുള്ള പദവി കിട്ടിയിട്ട് പോലും അത് പോരാ എന്ന് പറയുമ്പോൾ അത് വിവരക്കേടാണ്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മൂക്കാതെ പഴുത്തതാണ്. അങ്ങനെ മൂക്കാതെ പഴുക്കുന്ന ഒരവസ്ഥ ഇനി ആർക്കും ഉണ്ടാക്കരുത്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കഴിവ് കാണിക്കുന്ന ഒരാളെ കണ്ടമാനം അങ്ങ് ഉയർത്തണോ വേണ്ടയോ എന്ന് BJP ഇതിൽ നിന്ന് പഠിക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് പ്രധാനമായിട്ടും BJPക്ക് ഈ വിഷയത്തിൽ പഠിക്കാവുന്ന കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. വെറുപ്പ് ഉത്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയാണ് BJP എന്ന് സന്ദീപ് പറയുന്നത്. അത് വെറും പച്ചക്കള്ളമാണോ? അതായത് അത് കള്ളമാണോ അല്ലയോ എന്ന് വ്യക്തമായി തെളിയിക്കുന്ന കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ കേരളത്തിൽ നടക്കുന്നത്. ഈ BJP ഹിന്ദു വർഗീയമാണ്, മറ്റുള്ളവർക്ക് എതിരാണ്, അല്ലെങ്കിൽ അതിനുള്ള തെളിവുകൾ നിരത്തി എത്രയോ വർഷങ്ങളായി കോൺഗ്രസും CPM-ഉം ഈ രാജ്യം മുഴുവൻ BJPയെ നേരിടുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കേരളത്തില് എത്രയോ ക്രിസ്ത്യാനികളും എത്രയോ മുസ്ലിങ്ങളുമാണ് BJPയിലേക്ക് വന്നത്. ആ പറഞ്ഞ ആൾക്കാരുടെ എണ്ണം ഒന്നും ഞാനിപ്പോ പറയേണ്ട കാര്യമില്ലല്ലോ. ധാരാളം ക്രിസ്ത്യാനികൾ, മുൻ MLA-മാർ, അതായത് അൽഫോൺസ് കണ്ണന്താനം, PC ജോർജ്, മകൻ ഷോൺ ജോർജ്, അങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള ക്രിസ്ത്യാനികൾ വന്നിട്ടുണ്ട്. അതുപോലെ അബ്ദുള്ള കുട്ടി അടക്കം, മുൻ വൈസ് ചാൻസലർമാരടക്കം ധാരാളം മുസ്ലിങ്ങൾ വന്നിട്ടുണ്ട്. അതായത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരും മുൻപ് രാഷ്ട്രീയ പാരമ്പര്യമുള്ളവരും പണ്ഡിതന്മാരും പ്രഗത്ഭരും പ്രസക്തരുമായിട്ടുള്ള നല്ല വിവരമുള്ള ആൾക്കാർ തന്നെ ധാരാളം പേര് ഇപ്പം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും BJPയിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊന്നും വിവരമില്ലാഞ്ഞിട്ടാണോ? ഒന്നുമല്ല. അപ്പോൾ ഇത് ഞാൻ പുറത്തു പോകുമ്പോൾ എനിക്കൊരു മാർക്കറ്റ് വാല്യൂ വേണമെങ്കിൽ പരമാവധി ഞാൻ BJPക്കെതിരെ, RSSനെതിരെ സംസാരിച്ചാൽ മാത്രമേ പാണക്കാട് തങ്ങൾമാർക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ, പാലായിലെ ജോസ് കെ മാണിക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ. അതുകൊണ്ട് അവരെ പ്രീണിപ്പിച്ചുകൊണ്ട് ഞാനൊരു ഹിന്ദു വിരുദ്ധനാണ് എന്ന് വരുത്തി തീർക്കുകയാണ്. ഞാൻ RSS വിരുദ്ധനാണ്, ഞാൻ ഹിന്ദു വിരുദ്ധനാണ്, ഞാൻ ഭയങ്കര മതേതരനാണ്, മുസ്ലിം ലീഗിനേക്കാൾ കേരള കോൺഗ്രസിനേക്കാൾ കറ കളഞ്ഞ അതിതീവ്ര മതേതരനാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള മണ്ടത്തരം നിറഞ്ഞ, അബദ്ധം നിറഞ്ഞ നിലപാടാണ് ഇപ്പോ സന്ദീപ് സ്വീകരിച്ചിരിക്കുന്നത്. അത് സന്ദീപിന്റെ സർവനാശത്തിന് വഴി നൽകും. ഓക്കെ, എന്തായാലും K. സുരേന്ദ്രൻ പറഞ്ഞ പോലെ സന്ദീപ് വാര്യറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. കോൺഗ്രസ് അദ്ദേഹത്തെ മുറുകെ പിടിക്കട്ടെ, വലിയ വലിയ സീറ്റുകൾ അദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി സാർ.